ഹായ്, അപ്പൊ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് യങ് ക്രിക്കറ്റേഴ്സിന്റെ ഇടയിൽ ജൂനിയർ ക്രിക്കറ്റിൽ സ്ഥിരമായി കാണുന്ന ഒരു കോമൺ പ്രോബ്ലത്തെ കുറിച്ച് സംസാരിക്കാനാണ്. നമ്മൾ എല്ലാവരും പ്രൊഫഷണൽ ക്രിക്കറ്റ് കാണുന്നവരാണ്, അല്ലെങ്കിൽ IPL പോലുള്ള ടൂർണമെന്റ്സുകൾ, രാജ്യാന്തര ലെവലിലുള്ള ടൂർണമെന്റ്സുകൾ നമ്മൾ കാണുന്നതാണ്. ഈ ടൂർണമെന്റ്സുകളിലെല്ലാം ഒരുപാട് സ്പെസിഫിക് ആക്ഷനുള്ള ഒരുപാട് ബോളേഴ്സിനെയും സ്പെഷ്യൽ രീതിയിൽ ബാറ്റ് ചെയ്യുന്ന കുറെ ബാറ്റേഴ്സിനെയും നമ്മൾ കാണാറുണ്ട്. ഇവരെ എല്ലാവരുടെയും കളി നമ്മൾ ഭയങ്കര എന്റർടൈനിങ് ആണ്. അത് മാത്രമല്ല, ഭയങ്കര രസത്തോടു കൂടി നമ്മൾ വാച്ച് ചെയ്യും. അത് നമ്മുടെ കളിയിൽ ട്രൈ ചെയ്യാൻ നോക്കുന്നതും നമ്മൾ കാണാറുണ്ട്. ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോണേ. പ്രത്യേകിച്ച് ഇത് കോമൺ ആയിട്ട് കാണുന്നത് ജൂനിയർ ക്രിക്കറ്റിലാണ്. ജൂനിയർ ക്രിക്കറ്റിലെ കുഞ്ഞു കുട്ടികളിൽ ഇങ്ങനെയുള്ള സ്പെസിഫിക് ആക്ഷൻ ഉള്ള, ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബുംറ അല്ലെങ്കിൽ റഷീദ് ഖാൻ, ഇങ്ങനെയുള്ള ആളുകളുടെ ആക്ഷൻസ് കുറച്ചും കൂടി എല്ലാവർക്കും കുറച്ചും കൂടി അട്രാക്റ്റീവ് ആയിട്ട് ഫീൽ ചെയ്തിട്ട്, അത് മാത്രമല്ല ഇവര് രാജ്യാന്തര ക്രിക്കറ്റിൽ കുറച്ചും കൂടി പെർഫോമൻസ് ഹൈ ആയിട്ട് നിന്ന് കളിക്കുന്ന ആളുകളും കൂടിയാണ്. സോ അതുകൊണ്ട് തന്നെ ഇവരുടെ ആക്ഷൻസ് ഈ ജൂനിയർ ക്രിക്കറ്റിലെ കുട്ടികൾ അവരുടെ കളിയിൽ അപ്ലൈ ചെയ്യാനായിട്ട് നോക്കുന്നത് ഇപ്പൊ കണ്ടുവരുന്ന ഒരു പ്രോബ്ലമാണ്. സോ അതിനകത്ത് എനിക്ക് കോമൺ ആയിട്ട് പറയാനുള്ള ഒരു കാര്യം, പ്രൊഫഷണൽ പ്ലേയേഴ്സിന്റെ കളികൾ നിങ്ങൾ വാച്ച് ചെയ്യണം. വാച്ച് ചെയ്യണമെന്ന് മാത്രമല്ല, നിങ്ങൾ അതിൽ നിന്നുള്ള നല്ല നല്ല പോയിന്റുകൾ നിങ്ങൾ നിങ്ങളുടെ കളിയിലേക്ക് കൊണ്ടുവരാനായിട്ട് നോട്ട് ചെയ്ത് വെക്കുന്നതും നല്ലതാണ്. സോ നോട്ട് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ കളിയിൽ ഡയറക്റ്റ് അപ്ലൈ ചെയ്യാതെ നിങ്ങളുടെ കോച്ചസുമായിട്ട് ഡിസ്കസ് ചെയ്യുക. നിങ്ങൾക്ക് കോച്ചസ് ഉണ്ടെങ്കിൽ കോച്ചസുമായിട്ട് ഡിസ്കസ് ചെയ്ത് തന്നെ നിങ്ങളുടെ കളിയിലേക്ക് കൊണ്ടുവരാൻ നോക്കാം. അങ്ങനെ നിങ്ങളുടെ ബോഡിക്ക് നിങ്ങൾ ഈ അപ്ലൈ ചെയ്യാൻ പോകുന്ന ടെക്നിക്ക് കംഫർട്ടബിൾ ആണോ അല്ലേ എന്നുള്ളത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. ഇപ്പൊ ഒരുപാട് കുട്ടികളിൽ കണ്ടുവരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവര് ഇത് കണ്ടുടനെ ഇവര് ഡയറക്റ്റ് ഇത് കളിയിലേക്ക് അപ്ലൈ ചെയ്യാൻ നോക്കുവാണ്. അപ്പൊ നിങ്ങൾ ഇത് എങ്ങനെയാ അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ കോച്ചസുമായിട്ട് സംസാരിക്കുക. സാർ, ഇതുപോലുള്ള ഒരു പ്ലെയറിന്റെ ഇത് ഞാൻ ഇന്ന പോലെ ഒരു ആക്ഷൻ കണ്ടു, ഇത് എന്റെ കളിയിൽ കൊണ്ടുവന്നാൽ ബെറ്റർ ആയിരിക്കുമോ എന്നുള്ള രീതിയിൽ കോച്ചസുമായിട്ട് ഡിസ്കസ് ചെയ്യുക. ഡിസ്കസ് ചെയ്യുമ്പോൾ കോച്ചസും അത് നോക്കിയിട്ട് രണ്ടുപേരും, പ്ലെയറും കോച്ചും സാറ്റിസ്ഫൈഡ് ആയാൽ മാത്രം നിങ്ങളത് നിങ്ങളുടെ പരിശീലന സെഷൻസിൽ കൊണ്ടുവരാം. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് അത് അപ്ലൈ ചെയ്ത് നോക്കാനുള്ള ഒരു ടൈം അവിടെ കിട്ടും. ഇത് നിങ്ങൾ അപ്ലൈ ചെയ്ത് നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ്, കോച്ചസും സാറ്റിസ്ഫൈഡ് ആണ്, നിങ്ങൾക്ക് റിസൾട്ട് ബെറ്റർ ആകുന്നുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ മാത്രം നിങ്ങൾ നിങ്ങളുടെ കളിയിൽ അപ്ലൈ ചെയ്യുക. അതല്ലാതെ ഡയറക്റ്റ് ഇത് കളിയിലേക്ക് അപ്ലൈ ചെയ്യാനോ, അല്ല നിങ്ങൾ കോച്ചസുമായിട്ടോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് അറിവുള്ള ആളുകളുമായിട്ട് ഡിസ്കസ് ചെയ്യാതെ ഡയറക്റ്റ് നിങ്ങളുടെ പരിശീലന സെഷനിൽ ഇത് ആഡ് ചെയ്യാൻ നോക്കിയാലും അത് നിങ്ങൾക്ക് ചിലപ്പോൾ സ്യൂട്ട് ആവണമെന്നില്ല. ബുംറേനെ പോലുള്ള ആക്ഷൻസ് എല്ലാവർക്കും വർക്കൗട്ട് ആവണമെന്നില്ല, അല്ലെങ്കിൽ റഷീദ് ഖാനെ പോലെയുള്ള രീതിയിൽ ബോൾ ചെയ്യാൻ എല്ലാവർക്കും പറ്റണമെന്നില്ല. സോ അതുകൊണ്ട് നിങ്ങൾക്ക് കംഫർട്ട് ആയിട്ടുള്ള പൊസിഷൻ ഏതാണ്, ആക്ഷൻ ഏതാണെന്ന് നിങ്ങൾ തന്നെ കണ്ടുപിടിച്ച് നിങ്ങൾ കളിക്കാൻ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി നിങ്ങളുടെ പെർഫോമൻസ് കുറച്ചും കൂടി പെട്ടെന്ന് ബൂസ്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. സോ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആക്ഷൻ ഏതാണെന്ന് ആദ്യം കണ്ടെത്തുക, അതിൽ വർക്ക് ചെയ്യാനായിട്ട് നോക്കുക. പ്രൊഫഷണൽ പ്ലേയേഴ്സിനെ കണ്ട് നിങ്ങൾ പഠിക്കുന്ന നല്ലതാണ്, പക്ഷെ പഠിക്കുമ്പോൾ നല്ല പോയിന്റുകൾ എന്തൊക്കെയാണെന്ന് നോട്ട് ചെയ്ത് നിങ്ങളുടെ കോച്ചസുമായിട്ട് ഡിസ്കസ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങളുടെ കളിയിൽ അപ്ലൈ ചെയ്യാൻ നോക്കുക. സോ നെക്സ്റ്റ് വീഡിയോയുമായിട്ട് അടുത്ത ദിവസം വരുന്നതായിരിക്കും. താങ്ക് യു.